ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ താഴത്തെ സിറ്റ് ഔട്ട് പോർച്ചിൻ്റെ സ്ലേവിൽ സാധാ മണ്ണിൻ്റെ ഓടി വിരിച്ചിക്കണ്. അപ്പോൾ അതൊക്കെ ഊരിയെടുത്തിട്ട് സെറാമിക്കിൻ്റെ ഓടി വിരിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് ക്ലയൻറ്റിന്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടി, ആദ്യം മണ്ണിൻ്റെ ഓടൊക്കെ ഊരി ഒരു ഭാഗത്ത് കൊണ്ട് അട്ടിയേക്കണം. പിന്നെ പട്ടിയൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ ഓടിൻ്റെ പട്ടിക ഉഷാറായി കെട്ടണം. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു വീടിൻ്റെ ഏറ്റവും വലിയ സ്റ്റൈൽ എന്താ വെച്ചാൽ നല്ലൊരു ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഏറ്റവും നല്ലൊരു സ്റ്റൈലാണ്. അപ്പോൾ ഈ ഫ്രണ്ടേജിൽ ഇതേപോലെ ഈ കാണുന്ന വീടിൻ്റെ ഉദാഹരണം ഈ വീടിന് നോക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ ഫ്രണ്ടേജിൽ സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിൽ നല്ല വ്യൂ ഉള്ള ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ സാധാ മണ്ണിൻ്റെ ഓടൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ മണ്ണിൻ്റെ ഓടി വിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കറക്റ്റ് പെയിൻറ്റിങ് മെയിൻറ്റെയിൻ ചെയ്യാതെ നടക്കുകയാണെങ്കിൽ ആ ഓടൊക്കെ കറ പിടിക്കും. ഇപ്പോൾ കണ്ടോ, ഇവിടെ കുറേ ഓടുകൾ നീല പെയിൻറ്റ് ഇവിടെ അടിച്ചിക്കണ്. പിന്നീട് ആ പെയിൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെന്നുകൊണ്ട് ഇവിടെയൊക്കെ അതൊക്കെ കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ മണ്ണിൻ്റെ ഓടി വിരിച്ച ആൾക്കാർക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ തോന്നും നമുക്കത് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ ഒരുപാട് കളർ പോകാത്ത പെയിൻറ്റിങ് ഓടുകളൊക്കെ ഉണ്ട്, സെറാമിക് ഓടൊക്കെ ഉണ്ട്. അപ്പം സെറാമിക് ഓടി വിരിക്കാമെന്ന് പറയും. ഇനി സെറാമിക്കിൻ്റെ ഓടി വിരിച്ച കുറച്ച് ആൾക്കാർ കുറച്ച് കാലം കഴിഞ്ഞാൽ പറയും നമുക്ക് മണ്ണിൻ്റെ ഓടി വിരിക്കാൻ അറിയും. ചില ആൾക്കാർക്ക് സിംഗിൾസിൻ്റെ ഷീറ്റ് വിരിക്കേണ്ടി വരും. അപ്പം ഒരിക്കലും ഒരു ശരിക്കുള്ള ഉത്തരം കിട്ടാതെ നമ്മളെ നാട്ടിൽ വീടും പണിൻ്റെ ആൾക്കാർ ഇങ്ങനെ പരക്കം പായുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ഓട് ഇതൊക്കെയാണ് നമ്മൾ ഊരിയെടുത്തുകൊണ്ട് ഇത് പട്ടിക കെട്ടണതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പം ഇതുകൊണ്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് വീടുകൾ ഇനിയും ഇതുപോലത്തെ വീടുകളുണ്ട്. കാരണം എന്താ പറയുക, മണ്ണിൻ്റെ ഓട് നമ്മളൊരു 2-3 കൊല്ലം കൂടുമ്പോഴൊക്കെ കറക്റ്റ് പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ, 5 കൊല്ലം കൂടുമ്പോൾ പെയിൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കറുത്ത് വരുമ്പം ആ വീടിനെ എത്ര ചുമരിലും എലിവേഷനൊക്കെ പെയിൻറ്റ് അടിച്ചിട്ടും ബോർഡർ വർക്ക് ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, ആ ഒരു കറുത്ത് കൊണ്ട് തന്നെ നിൽക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൻ്റെ കോസ്റ്റ് ഇത് നമ്മൾ ഊരി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് വർക്ക് വരും. ചിലപ്പോൾ മുറ്റത്ത് ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ടാവും, തന്തൂർ സ്റ്റോൺ വിരിച്ചിട്ടുണ്ടാവും, അതൊക്കെ എല്ലാം ഒന്ന് വൃത്തികേടാവും. ഇങ്ങനത്തെ ഒക്കെ ചിന്താഗതി കൊണ്ടാണ് ചില ആൾക്കാരൊന്നും എന്ത് ചെയ്യാത്തറിയോ താമസമുള്ള വീടുകളത്തെ ഓടൊന്നും ഊരാത്തത്. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, സിമ്പിൾ വർക്കാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുകയാണ് ആ താഴത്തൊക്കെ ഇൻ്റർലോക്ക് വിരിച്ച ഒരു സൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഓടൊക്കെ സിമ്പിളാക്കിയിട്ട് ഊരിനെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഓട് ഊരുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഓരിൽ, വലത്തുനിന്ന് ഇടത്തോട്ട് വിരിക്കുക, ഇടത്തുനിന്ന് വലത്തോട്ട് ഊരുക. അപ്പം ഈ ഇക്വേഷൻ കറക്റ്റാക്കിയിട്ടൊന്നും നിങ്ങൾ ഓട് ഊരാൻ നിൽക്കണ്ട. ഊരാനുള്ള ഏരിയയിലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഊരേണ്ടി എന്നുള്ളത്. അതിനനുസരിച്ച് ഊരാൻ പറ്റുമോ, മുകളിൽ നിന്ന് ഊരിക്കൊണ്ടുവരാം. അപ്പം നമ്മളിതാ ഈ പോർച്ചിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ ഊരിനറിയോ, ഫുള്ള് ഇളക്കിയിട്ട് അട്ടി ഇവിടെ വക്കത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇതാ 2 പാസ് കൊടുത്തിട്ടാണ് ഓടൊക്കെ ഊരുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെ ഊരാം. അപ്പോൾ ഓടൊക്കെ ഏകദേശമൊക്കെ ഊരി സെറ്റപ്പ് ആയപ്പോൾ നിൽക്കണേ കുയ്യടി. ഇവിടെ ഒരു കിളിക്കൂട് കണ്ടില്ലേ, നേരെ പോർച്ചിൻ്റെ മുകളിൽ ഒരു കിളിക്കൂട് വന്നാണ്. അപ്പോൾ ആ കിളിക്കൂടിൻ്റെ 2 സൈഡിൽ നമുക്ക് തകരത്തിൻ്റെ അലുമിനിയം ഷീറ്റ് കാണാൻ പറ്റും. അതൊക്കെ ഊരി ഫുൾ സെറ്റപ്പ് ആക്കിയപ്പം ഇവിടെ നമുക്ക് പട്ടിക കണ്ടോ, ഇതിൻ്റെ പഴയ പട്ടികയാണ് ഈ കാണുന്നത്. അപ്പം ഈ പട്ടികക്ക് ഒരുപാട് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനോണ്ടൊന്നും കാര്യമില്ല. ഓടിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീടിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്. അത് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈല്, വീടിൻ്റെ സ്റ്റൈല് പോകും. ഓട് കാരണം വീടിൻ്റെ സ്റ്റൈലുള്ള എത്രയോ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ ഞങ്ങൾ ഈ വീട് ആക്കിത്തരാം. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരും. പിന്നെ നമ്മൾ മണ്ണിൻ്റെ ഓടൊക്കെ ഊരി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് എലിക്കുട്ടികളൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ സൈറ്റിൽ കുറച്ച് എലിക്കുട്ടികളൊക്കെ ഉണ്ടേനി, അതിൻ്റെ കൂടാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അതുമ്പാടെ നമ്മൾ ഇതിൽ കാണണം. അപ്പോൾ എലിയൊക്കെ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഇതുമൊക്കെയുള്ള ഓലൊക്കെ ഞങ്ങളിപ്പോൾ വെട്ടിക്കണം. ഓലയെന്നൊക്കെ വന്ന് കൂടിയ എലികളാട്ടോ. അപ്പം മൂലക്ക് നമ്മൾ എങ്ങനെ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു ഓട് പൊട്ടിയാൽ കൂടെയൊക്കെ എലി കയറും. പിന്നെ ഞങ്ങളിതാ ഇവിടെ സെറാമിക്കിൻ്റെ ഓടാണ് സൈറ്റിൽ വിരിക്കാൻ പോണത്. അപ്പോൾ സെറാമിക്കിൻ്റെ ഓട് നമ്മളെടുത്ത് 2-3 എണ്ണം ഞങ്ങളിതാ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അളവ് നോക്കാൻ വേണ്ടിയിട്ട് 2-3 സെറാമിക്കിൻ്റെ ഓട് സൈറ്റിൽ കൊണ്ടുവന്നിക്കണ്. അപ്പോൾ അത് വെച്ചുകാണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ അടിയത്തെ ഓട് കണ്ടോ, നല്ല ചാട്ടം കൂടുതലാണ്. അപ്പം ഇവിടെ ക്ലൈൻറ്റിന് പാത്തി വെക്കണം. കാരണം ഇവിടെ പാത്തി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഓടുമ്പത്തെ വെള്ളം മഴ സ്ലോ ആകുമ്പോൾ ഒക്കെ സിറ്റ് ഔട്ടൊക്കെ പോണേ. അപ്പം പാത്തി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ അടിയത്തൊരു വരിൻ്റെ ഓട് കുറച്ച് കയറ്റിടണം. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സെറാമിക് ഓട് ഇങ്ങനെ വെച്ച് നോക്കിയപ്പം കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ സെറാമിക് ഓടിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സെറാമിക് ഓട് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ആർക്കും ഇരിക്കുക, അതിനൊരു ടെക്നിക്ക് നമ്മൾ കാണിച്ചു തരാം. പിന്നെ വഷ്ടത്തെ പട്ടിക കണ്ടില്ലേ, 28 സെൻറ്റിയാണ്. 28 സെൻറ്റ് വഷ്ടത്തെ പട്ടിക. ഇനി നമുക്ക് രണ്ടാമത്തെ ബാക്കിയുള്ള എല്ലാ പട്ടിക എത്ര വരുന്ന അറിയോ, 34 സെൻറ്റിയിലാണ് ബാക്കിയുള്ള പട്ടിക അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പാടെ പറഞ്ഞുതരാം. എവിടെ ഓടി വിരിക്കുമ്പോഴും
ഒന്നാമത്തെ പട്ടികയില്ലേ ഫസ്റ്റത്തെ ചാട്ടം പാത്തി വെക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ ഇരട്ടപ്പാത്തിയും ഒറ്റപ്പാത്തിയൊക്കെ ആണെങ്കിൽ 28 സെൻറ്റിൽ അടിക്കുക. ബാക്കിയുള്ള മണ്ണിൻ്റെ ഓടൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ 34 അടിച്ചാൽ മതി. നേരെ മറിച്ച് സെറാമിക് ആണെങ്കിൽ ഫസ്റ്റത്തെ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു 32 കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഒരു 35 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിച്ച് കളിച്ചുകൊണ്ട് ഓടി വിരിക്കാൻ പറ്റും. നമ്മൾ ഗ്യാരണ്ടി തരും. പിന്നെ ഈ പട്ടിക എങ്ങനെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഈ പട്ടിക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഊളി ആമർ എടുത്ത് കുത്തർന്നിക്കാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ പൊളിക്കാനുണ്ടാവും. അതിനുകൊണ്ട് നമുക്ക് ഊളി ആമർ എടുക്കാനുള്ള ടൈമിംഗ് ഇല്ല. കൈക്കോട്ട കൊണ്ട് സിമ്പിളാക്കി പൊളിക്കുക. അപ്പോൾ ചില സൈറ്റത്തെ പട്ടിക പോരൂല കേട്ടോ. നമ്മൾ നല്ല ഗ്രൗട്ട് വെള്ളം സ്ലേവ് നനച്ച് ഗ്രൗട്ട് വെള്ളം കൊടുത്തുകൊണ്ട് പട്ടിക കെട്ടി കഴിഞ്ഞാൽ നല്ല ഉറപ്പുണ്ടാവും. പിന്നെ ഇതൊക്കെ ദ്രവിച്ച് പോകുന്നതിന് അതിനോണ്ട് കൈക്കോട്ടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത വർക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ വാരി കൂട്ടി പുറത്ത് കൊണ്ടുവിടണം. പിന്നെ ക്ലൈൻറ്റിന് ഇതൊക്കെ അടിച്ച് തരികാണ്ട് നിലത്ത് കിടാൻ പറ്റൂല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ പൊടി ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കുടുങ്ങണ്ട അടിച്ചിട്ട് നമുക്ക് അടിച്ചേരി ഫുൾ സെറ്റാക്കിയിട്ട് ഇവിടെ നിന്ന് തന്നെ വാരിടാനുള്ള പ്ലാനിങ് ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒക്കെ വെള്ളമൊക്കെ കുടഞ്ഞുകാണ്ട് നമുക്ക് വെല്ല ഇങ്ങനെ അടിച്ചു തരിയാൽ മതി. അപ്പം പിന്നെ വേറൊരു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ കിളിക്കൂടിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു പുതിയ ഒരു സാധനം ഉണ്ടാക്കേണ്ട ഒരു സ്റ്റേജ് ഇട്ടോ. അത് നല്ലൊരു ഡിസൈനാണ്. അത് കാണിച്ചു തരാം കണ്ടോ. ഇപ്പം നമ്മളിവിടുത്തെ പട്ടിക കിളിക്കൂട് ഇതിൻ്റെ ഓൾറൗണ്ട് ഈ ഏരിയ മൊത്തം ഓട് ഊരി പട്ടിക ഫുൾ ഒഴിവാക്കി അടിച്ച് വാരി ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പട്ടിക കെട്ടുന്നതിന് മുമ്പേ ക്ലൈൻറ്റിന് ഒരു ആഗ്രഹം വാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ ആ ഒരു കട്ടിങ് എന്ന് പറഞ്ഞാൽ 1 മീറ്ററും 28 സെൻറ്റിൻ്റെ ഒരു കട്ടിങ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ കട്ടിങ്ങിന് കറക്റ്റാക്കിയിട്ട് ഒരു ഒറ്റ വരി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ലെവല്, അതായത് സ്ലേവ് ഇറങ്ങി വരുന്ന ലെവലിനെ കറക്റ്റാക്കിയിട്ട് ഇവിടെ സ്ക്വയറാക്കി പടുത്തുകാണ്ട് ഫില്ലർ വെച്ചിട്ട് 3x3 പൈപ്പ് വെക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ സെറാമിക്കിൻ്റെ ഓടൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് ഒന്നും പാടൊരു സ്റ്റൈല് കൊടുക്കുന്നുണ്ടായത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലയൻറ്റിന് അങ്ങനെ താല്പര്യം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുമോ, നമ്മൾ ചെയ്ത് കൊടുത്തന്നെ. അപ്പോൾ ഞങ്ങൾ പട്ടിക കെട്ടുന്നതിന് മുമ്പ് 2 തോത് 32 സെൻറ്റിലും ബാക്കി 2 ഇവിടെ 35 സെൻറ്റിലും 2 തോത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തോത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സെറാമിക്കിൻ്റെ ഓടി വിരിക്കാനുള്ള തോതാട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി എവിടെയെങ്കിലൊക്കെ വർക്ക് അറിയാതെ കുടുങ്ങി കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 35 സെൻറ്റിൽ സെറാമിക്കിൻ്റെ ഓടിനാണ്ട് പട്ടിക കെട്ടിക്കോളി, അങ്ങനെ പോയിക്കോളും. പിന്നെ പട്ടിക കെട്ടണണ്ടില്ലേ, പട്ടിക കെട്ടുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല ഗ്രൗട്ടിൻ്റെ വെള്ളം അടിച്ചിട്ട് പട്ടിക കെട്ടണം. പിന്നെ മാത്രമല്ല ഇവിടെ സ്ലേവിന് ചെറിയ തളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാല് വെക്കണത് എങ്ങനെയെന്ന് ഈ കിളിക്കൂടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കിളിക്കൂട് കണ്ടില്ലേ, കിളിക്കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു കഷ്ണം ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം 2 കഷ്ണമാക്കിയിട്ട് ഇതുപോലെ നമ്മൾ 2 വര വരച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്താൽ മതി, ബലങ്ങായിട്ട് പട്ടിക കെട്ടി കഴിഞ്ഞാൽ അതിനൊരു തള ഉണ്ടാവില്ല. അതുതന്നെയാണ് ഈ മാലിട്ട് പട്ടിക കെട്ടുക എന്ന് പറയാം. പിന്നെ നമ്മൾ അവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്, മുകളിൽ നിന്ന് അടിയിലേക്കാണ് നോക്കേണ്ടത്. കാര്യം എന്താ വെച്ചാൽ അത് ചെറിയൊരു ഏരിയ അല്ലേ. അപ്പോൾ സെറാമിക്കിൻ്റെ ഓടിൻ്റെ മൂലോട് എന്ന് പറഞ്ഞാൽ ആപ്പാട് 6 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അപ്പം മുകളിൽ വലിയ ഗ്യാപ്പ് വന്നിക്കുകയാണെങ്കിൽ അത് ലീക്ക് വരാനുള്ള സാധ്യത കൂട്ടും. അതിനോണ്ട് എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് അടിയിലേക്ക് അളവെടുക്കുക. കാരണം ഏതായാലും അവിടെ ഒരു ഷീറ്റൊക്കെ വരാനുള്ളതാണ്. അപ്പോൾ അതിനോണ്ട് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അളവെടുത്തിട്ട് നമ്മൾ സെൻറ്ററത്തെ ഒരു പട്ടിക കെട്ടി അതിന് ശേഷം മുകളിലത്തെ പട്ടിയും കെട്ടുക. അത് നമ്മളിങ്ങനെ വർക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ ഇങ്ങനെ കിട്ടും. അല്ലാതെ പഠിച്ചുകൊണ്ട് നോട്ടിക്ക് നോക്കി പഠിച്ചാൽ ആർക്കും ഇവിടെ ഒരു പണി എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിതാ ഈ കിളിക്കൂട് വന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്ലേവ് കണ്ടോ അപ്പുറം ഇപ്പുറം ആയതുകൊണ്ട് നമ്മൾ അടിയത്തെ ഒരു ഓട് നന്ന അടിയിൽ വരുന്ന 2 വരി ഓട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കിളിക്കൂടിൻ്റെ അപ്പുറം ഇപ്പുറം ആയതുകൊണ്ട് അറിയില്ല. അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാനുണ്ടാവും കേട്ടോ വർക്കിൽ. പട്ടിക കെട്ടുമ്പം നല്ല ഗ്രൗട്ട് വെള്ളം ഒഴിക്കണം. സ്ലേവ് ഒന്ന് നനയ്ക്കുക. ആദ്യം ഒന്ന് ഫുള്ളായിട്ട് ആ സ്ലേവിലൊന്ന് വെള്ളം അടിച്ചുകൊണ്ട് പട്ടിക കെട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, നല്ല ഉറപ്പുണ്ടാവും. പിന്നെ ഈ പട്ടിക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വെറും ഒരു ഓട് കൊളുത്തിക്കാനുള്ള സാധനം മാത്രം കേട്ടോ. അപ്പം അതിനോണ്ട് വെറുതെ ഒന്ന് കെട്ടിയിട്ടാൽ മതി. ഓട് വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ കാലാകാലം അവിടെ കിടന്നോളും. ഇനി അടുത്ത വർക്ക് എന്താ അറിയോ, ആ ഹോളോ ബ്രിക്സിൻ്റെ സെൻറ്ററിൽ കണ്ട ഞങ്ങൾ അവിടെ ഹോളോ ബ്രിക്സ് 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ്. കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആദ്യം ഒരൊറ്റ വരി ബ്ലോക്കും അതേപോലെ ഒരു 1/2 വരി ബ്ലോക്ക് 1.5 വരി ബ്ലോക്ക് അവിടെ പടവ് ചെയ്തിന്. ഇനി അതിൻ്റെ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ക്ലൈൻറ്റിന് 2 മൂലയിൽ ഓരോ കല്ല് കുത്തനെ വെക്കുക, സെൻറ്ററിൽ 2 കല്ല് വീതിക്ക് വെക്കുക. അതായത് മാക്സിമം ഈ പൈപ്പ് 3x3 പൈപ്പ് 2 വെക്കാനുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഗ്രൈൻഡർ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, പൈപ്പ് വെക്കാനുള്ള ഗ്യാപ്പ് സെറ്റാക്കിയിട്ടാണ് പടവ് ചെയ്യണത്. കാരണം പിന്നീട് നമ്മൾ ഉളി ആമർ എടുത്തുകൊണ്ട് കൊത്തി പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്.
അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് പക്കത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കണ രണ്ട് പക്കത്ത് ഓരോ കല്ല് കുത്തനെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൻ്റെ അളവ് എടുത്തിട്ട് അതിലെന്ത് ചെയ്ത് രണ്ട് കല്ല് കിടത്തി വെച്ച് നമ്മളെ സ്ട്രക്ചർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തേക്കാണ്ട് ഒരുപാട് ഡിസൈൻ ചെയ്യാണ്ട്. പിന്നെ ഞങ്ങൾ ഈ കണ്ട പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് 20 ചട്ടി പൊടിക്ക് എംസാൻഡിന് ഒരു ചാക്ക് സിമെൻറ്റ് ഇട്ട് മിക്സാക്കിയപ്പോൾ ആ വർക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് സിമെൻറ്റ് ഇനിയും ബാക്കി കേട്ടോ. അതായത് ഒരു 5-6 എട്ട് സിമെൻറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇവിടെ ഈ കാണുന്ന സൺസൈഡിലൊക്കെ ഓടി വിരിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 2 ഈച്ച പട്ടിക, അടിയത്തെ ഒരു 2 പട്ടിക ഓൾ റൗണ്ട് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പം നമുക്ക് ഇനി ഒരു 2 പട്ടികയും പാടെ അതിൻ്റെ ബാക്കിൽ കെട്ടാണ്ട്. അപ്പോൾ ചട്ടി ഈ സിമെൻറ്റ് ഉണങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ ചട്ടി എയിമിൽ വെച്ച് കണ്ട് അടുത്തതൊക്കെ കെട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വർക്ക് കേട്ടോ. ഇപ്പോൾ 2 പട്ടിക ഫുള്ളായിട്ട് കെട്ടി. അപ്പം അങ്ങ് ഡൗട്ട് ഉണ്ടാവും ആ കാണുന്ന ഇതുമത്തെ പൂപ്പലൊക്കെ വരുതുണ്ടെന്നുള്ളത്. പൂപ്പൽ ആ പട്ടിക വരുന്ന ഏരിയത്തെ പൂപ്പൽ മാത്രം ഒരതിയാൽ മാത്രം മതി, നിങ്ങൾ പെയിൻറ്റ് ചെയ്യൊന്നും വേണ്ട. കാരണം ഓട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ദാർപ്പായി വിരിച്ച മാതിരി കവറിങ് ആയില്ലേ, അതിനോണ്ട് അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട. ചെറിയ മാലിട്ട് കണ്ടോ. പിന്നെ മാല് എങ്ങനെ ഇടുക എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് വീഡിയോ വരാനുണ്ട്. ഇനി ഏകദേശം ഒരു 400 വീടുമ്പാട് ഓടി വിരിക്കാനുള്ളൂ. അപ്പോൾ അതിനോണ്ട് പേടിക്കാനില്ല, അക്കം കാണിച്ചു തരണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തേക്കണം, ആ പൈപ്പ് വെക്കണം, അതിൻ്റെ ഇടയിലൊക്കെ പൈപ്പ് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു ദിവസത്തെ വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണിക്കണത്. പൂച്ചക്കൂട്, കിളിക്കൂട്, അതിൻ്റെ അടിയിൽ ഒരു ഫാബ്രിക്കേഷൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഓട് കയറ്റി വെക്കണം. ഇപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു ഏരിയ കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. പിന്നെ എന്താ വേണ്ടി വെച്ചാൽ നമുക്ക് ക്ലയൻറ്റിന് എങ്ങനെയാണ് താല്പര്യം അങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ എന്തിട്ട് നിറയ്ക്കും എന്നുള്ള ഐഡിയ ഉണ്ടാവും. ഒന്നിൽ നമുക്ക് ബോർഡ് അടിക്കുക, അല്ലെങ്കിൽ ചിരട്ട തൂർത്തുകാണ്ട് കോൺക്രീറ്റ് അങ്ങ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോകളൊക്കെ അങ്ങ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറോ, എല്ലാവരും വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, നമ്മൾ ഗ്യാരണ്ടി തരാം. ആകാത്ത വീഡിയോകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടോ വർക്ക് ഫുൾ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ കുണ്ടിൽ ചിരട്ട ഇട്ടുകാണ്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, അവിടെ ടൈൽസ് വിരിക്കുക. പിന്നെ മാത്രമല്ല കല്ലിൽ കമ്പി വെക്കാനുള്ള ഗ്യാപ്പ് കണ്ടില്ലേ, ജോയിൻ്റ് അടിച്ച ഏരിയയിൽ 8mm കമ്പി കൊടുത്തിട്ടുണ്ട് ഫുൾ സെറ്റപ്പിൽ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിലുള്ള ലാഭം എന്താ വെച്ചാൽ ഇതുപോലത്തെ എല്ലാ പണിക്കും നമുക്ക് പെട്ടെന്ന് പരിപാടി എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ആ കാണുന്ന സൈഡിൽ ഒറ്റ ഒരു ഇഷ്ടിക പടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി വർക്കൊക്കെ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇവിടെ നമുക്ക് സെറാമിക്കിൻ്റെ ഓടി വിരിക്കണം, ഇവിടെ കോൺക്രീറ്റ് ചെയ്യണം, തേക്കണം. ഈ സൈഡ് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ തേപ്പിൻ്റെ കനം ഇത് നേരെ കൊണ്ടുവന്നിട്ട് ഈ പഴയ വക്ക് മടക്കി വെച്ച് അതിന് കറക്റ്റ് ആക്കിയിട്ട് ഇനി തേച്ച് കണ്ടായിരിക്കും നമ്മൾ ബാക്കി വർക്കൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.